ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താന്ന് വെച്ചാൽ, സത്യം പറയട്ടെ, യൂട്യൂബിൽ കുറേ കമൻ്റ് ഉണ്ട്, വീഡിയോ ഇട് പറഞ്ഞിട്ട്. എനിക്ക് മടി പിടിച്ചതല്ല, എനിക്കെന്തോ മൊബൈൽ ക്യാമറ കണ്ണേറ് തട്ടിയതാണോ എന്ന് അറിയില്ല ഗൈസ്. കണ്ണേറിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് കല്യാണം കഴിഞ്ഞതിന് കല്യാണം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ വയ്യ, എഡിറ്റിങ്ങിന് ഇരിക്കാൻ വയ്യ, യൂട്യൂബ് തുറക്കാൻ വയ്യ, ക്യാമറ തുറക്കാൻ വയ്യ. ഇങ്ങനെ പ്രഷർ ചെയ്യും, വീഡിയോ ഇടും. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു, വീഡിയോ ഇടാതെ കാര്യമില്ല, നമ്മളെ ജോബ് എന്ന് പറയുന്നത് വീഡിയോ ഇടലാണ്. സോ അത് നമുക്ക് ചെയ്യണം, വേണ്ടേ? അതെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഷൂട്ട് ചെയ്യാന്നുള്ളത്. അൻഷിൻ്റെ വീട്ടിലുള്ളതാണ്, ഞാൻ അൻഷിൻ്റെ വീട്ടിലാണ്. അൻഷി അവിടെ നല്ല ഉറക്കിലാണ്, അതാണ് ഞാൻ മെല്ലെ പറയുന്നത്. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്നെ അവിടെ നാട്ടി വിടും. എനിക്ക് രണ്ട് കാര്യമാണ് ഇവരുള്ളത്. ഒന്ന്, ഡോർ അടക്കണം, എപ്പോഴും റൂമിൻ്റെ എപ്പോഴും ഡോറ് അടച്ചുകൊണ്ടിരിക്കണം കേട്ടോ. റൂമിൻ്റെ ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ ഉറങ്ങുന്ന നേരത്ത് നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല, ശല്യമല്ല, ലൈറ്റ് ഇടാൻ പാടില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഭയങ്കര തല്ലേ ഞാൻ പറയുന്നുണ്ട്, കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ആളവിടെ കിടന്ന് നല്ല ഉറക്കിലാണ് കേട്ടോ, നല്ല ഉറക്കിലാണ്. ചിലപ്പോൾ കുപ്പായ ഇടാതെ അതിന് കാട്ടേന് എന്നെ നല്ല ചീത്ത പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സോ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാൻ, എനിക്ക് കുറച്ച് ടൈമാണ്. ഞാനൊന്ന് അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഞാൻ വ്ളോഗിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടു. അപ്പോൾ ഇനി മുതൽ വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഡെയിലി ഇടാൻ ഞാൻ ഇൻഷാല്ലാ ശ്രദ്ധിക്കുന്നതാണ്. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോ കാണാനാണ്. നിങ്ങൾ പറയണതിൽ 100% ഞാൻ യോജിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ഞാൻ നീച്ചിട്ടുള്ളൂ ഇവിടുന്ന്. ഇനി ബ്രഷൊക്കെ ചെയ്തു, ഞാനൊരു 7 നീക്കും. ബ്രഷൊക്കെ ചെയ്തു, കിച്ചണിലോട്ട് പോയി കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടോ. ഇവിടെ ഞാൻ 2 ട്രിപ്പായിട്ട് ചായ അടിക്കുക. ഒരു ട്രിപ്പ് ഞാൻ കാലി ചായ കുടിക്കും, പിന്നെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ അപ്പോൾ പിന്നെ ഉമ്മ ഫുള്ള് ചായ കടിയൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് കുടിക്കും. ഞാൻ കിച്ചണിലേക്ക് രാവിലെ തന്നെ പോയേക്കലുണ്ടോ ചോദിച്ചാൽ ഞാൻ കിച്ചണിൽ പോയി നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ രാവിലെ എനിക്കൊരു പണിയില്ല കേട്ടോ. കാരണം ഫുഡ് ഉണ്ടാക്കി കഴിയുന്ന വരെ എനിക്ക് പണിയൊന്നും ഉണ്ടാവില്ല. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അടിച്ചുവാരി തുടക്കാൻ ഉണ്ടാവുക. ഇവിടെ അമ്മ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഒന്ന് പോയേക്കാം. ഓക്കെ, രാവിലെ നീച്ച ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്നും ഇങ്ങനെ മുറ്റത്ത് വന്ന് നോക്കൂട്ടോ. മുറ്റത്ത് നിറച്ച് വണ്ടികളായിരിക്കും എപ്പോഴും. കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പോയി നോക്കി. കിച്ചൺ ഡ്യൂട്ടി ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഒക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പം അമ്മ അവിടെ പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ബാക്ക് വശമാണ് കേട്ടോ വീടിൻ്റെ. അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അൻഷിൻ്റെ മൂത്താമ്മാൻ്റെയും കുഞ്ഞാമ്മാൻ്റെയും വീട് എടുത്തെടുത്താട്ടോ. ആ കാണുന്നത് മൂത്തമ്മാൻ്റെ വീടും ഈ കാണുന്നത് കുഞ്ഞാമ്മാൻ്റെ വീടുമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോയി ഞങ്ങൾ വൈബാക്കാറ്. പിന്നെ ഇന്ന് നമുക്ക് ബാങ്കിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ പണി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഞാൻ അടിച്ചുവരി തുടക്കും, ഇടയ്ക്കൊന്ന് പാത്രം മൂറും, അതിന് ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് ഉണ്ടാവാനുള്ളൂ. അപ്പോൾ ഞാൻ റൂമും അങ്കുലൊക്കെ ഒന്ന് അടിച്ചുവരി തുടക്കും. അങ്ങനെ അടിച്ചുവരിത്തോടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളി കഴിഞ്ഞ് ബാങ്കിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഉമ്മാൻ്റെയും അൻഷിൻ്റെ ഇപ്പോൾ ഞാനും പോകുന്നതാണ്. എന്തോ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓല് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അൻഷി എന്തോ ഗ്രൂപ്പിൽ ഇങ്ങനെ വോയിസ് മെസ്സേജ് കേട്ട് കുത്തിർക്കാണ്. ഇവിടെ എന്തോ പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊറിയർ ഓഫീസിൽ പോകണം. എൻ്റെ ഒരു കൊറിയർ വന്നിക്കണ് പറഞ്ഞിട്ട് പോസ്റ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളിത് പോകാൻ നിൽക്കണം കേട്ടോ. നല്ല വെയിലാണ് ഗായ്സ്, പുറത്തിറങ്ങൂല. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ഇടാനും മറന്നു. ഇനി എന്താ ചെയ്യാന്നൊരു ഐഡിയ. നമ്മൾ ബാങ്കിൽ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ പോയതേനും അൻഷി ആകെ വലിച്ചു വരിട്ടിക്കാണ്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കുക, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. സോ ഗായ്സ്, ഇത് ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഓക്കെ, പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്, റൂമൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെറ്റിംഗ് റെഡി ബേബി. Are you getting ready? എങ്ങട്ടാ?
ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അൻഷി ജുമക്ക് വേണ്ടി റെഡി ആവാണ് കേട്ടോ. ഓൻ്റെത് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പോഴാണ് നീച്ച് വേഗം കഴിയും കേട്ടോ. ഞാൻ ഓന് എവിടേക്കും പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഓൻ്റെ കഴിയും, 2 മണിക്കൂർ കഴിഞ്ഞാലും എൻ്റെത് കഴിയില്ല കേട്ടോ. ഓനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാൽ പിന്നെ നമുക്ക് റൂം വൃത്തിയാക്കാൻ നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അൻഷി പോയതിനു ശേഷം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കാണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഓരോ ഭാഗത്താക്കി വെക്കണം. ഞാനിവിടെ ഇല്ലായിരുന്നു 2-3 ദിവസം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയതാണ്. വന്നപ്പോൾ അൻഷി അലമ്പാക്കിയിടും കേട്ടോ. എന്നാലും അങ്ങനെ ഭയങ്കര മെസ്സിയല്ല ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ നമ്മളങ്ങോട്ട് വൃത്തിയാക്കണ പോലെ ഓലെ കൊണ്ട് വൃത്തിയാക്കി വെക്കാൻ കഴിയൂലല്ലോ. അപ്പം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാന്ന് വിചാരിച്ചു. കുറേ ദിവസമായിരുന്നു വിരിച്ചിട്ട്. അപ്പം പിന്നെ അത് മാറ്റി ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടോ. ഈ പില്ലോ കവർ ഈ ബെഡ് നമ്മൾ റീസെൻ്റ്ലി വാങ്ങിയതാണ് കേട്ടോ. മെമ്മറി പില്ലോ ആണ്, നല്ല പില്ലോ ആണ്, നല്ല ബെഡാണ് കേട്ടോ. റാഫ്കോൻ്റെ ബെഡാണ്. പിന്നെ പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അൻഷി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജനൽ തുടക്കാണ്. ജനലിലൊക്കെ നല്ല പൊടിയുണ്ട്. എനിക്ക് പൊടിൻ്റെ അലർജി നല്ലോണം ഉണ്ട്. അപ്പം ജനലിലൊക്കെ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ റൂമിലേക്ക് കയറിയാൽ തുമ്മി മരിക്കും. അപ്പം എന്നോട് അൻഷി ജുമാക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജനലൊന്ന് തുടച്ചാളേന്ന്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ പില്ലോ കവർ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ബെഡൊക്കെ ഒന്ന് വിരിച്ച് നമുക്ക് കട്ടിൻ്റെ അടിയും എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അൻഷി ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ബെഡ് വിരിക്കാനൊക്കെ. അൻഷി എല്ലാ പണിയും എനിക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഒരു മേലീഗം ഇല്ലാത്ത ആളാണ്. എനിക്കും അവൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ചില ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര മേലീഗം അല്ലായിരിക്കും. ഇപ്പം എനിക്കതില്ല കേട്ടോ. അവൻ എന്ത് ജോലിയും ചെയ്തു തരും നമുക്ക് ഒരു മടിയില്ലാതെ. അതിലേക്ക് ഒരു മടിയില്ല കേട്ടോ. എല്ലാതും ചെയ്തു തരും, പാവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബെഡ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വിരിക്കാൻ കഴിയില്ല, കാരണം നല്ല കട്ടിയുള്ള ബെഡാണ്. അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല. അപ്പോൾ ഓനും കൂടി ഹെൽപ്പിന് വരാമെന്ന്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അൻഷി അതവിടെ കിടന്നുറങ്ങുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അൻഷി ഫുഡ് കഴിച്ചിട്ടോ. എൻ്റെ മാപ്പിള ഇങ്ങനെ കാത്തുക്കൂല, വിശന്നാൽ ഒറ്റക്ക് പോയി തിന്നും. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. കുളിയൊക്കെ കഴിഞ്ഞു, സെറ്റായി. റൂമൊക്കെ ഓൾ സെറ്റാക്കി. ഹലോ. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഓക്കെ പറയൂ. കോപ്പിറൈറ്റ് വരുവേ, സൗണ്ട് വർക്ക് എന്താണ് കോപ്പിറൈറ്റ് വരുവേ. ഇങ്ങനൊന്നും പറയരുത്. ഒക്കെ മ്യൂട്ടാക്കും. വെറുതെ പോവാ പുറത്ത്. പഠിച്ചല്ലേ നമ്മൾ ഐസ് എന്നാന് പോകാനൊരു പ്ലാൻ ഉണ്ട്. നടക്കും അറിയില്ല. നോക്കാം. വരൂ. ബീബിയോടെ ബീബി കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ. ഞാനാണ് ഹായ് പറയ്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കാൻ പോകുന്നു. സമ്മാസ് അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. സാനിപ്പ മിസ് യു. അപ്പൊ നമ്മള് പുറത്തു പോവാൻ നിക്കാണ്. ചിലപ്പോ പോളൂ, ചിലപ്പോ പോവില്ല. മൂട് കോപ്പിറൈറ്റ് വരും. സൗണ്ട് ഉറക്കി. ഇതാണ് എന്റെ ഇളച്ചൻ, ഒരേ ഒരു ഇളച്ചൻ. എന്തിനാ കൊറേ, ഒന്ന് പോരെ. ഡിപ്രഷനിലേക്ക് പോവാണ് നിന്നോട്. എന്നാ ഞാൻ പറഞ്ഞു പോയിട്ട് വന്നു. സാനിപ്പ ഒന്ന് നോക്കി നോക്കി, എന്തോ ഒരു ഡിമാൻഡാണ്. അൻഷി വന്നിട്ടുണ്ട്. വണ്ടി മൂടിയിട്ടാണ്. വി ആർ ഗോയിങ് ടു കാർ ബേബി. മയിലാട്ടോ
വേറെ കണ്ടിട്ടാണ് ഒരാൾക്ക് നിർത്തലാവശ്യമല്ല എടുങ്ങാറായി നിർത്തണം ഇവിടെ അടി ഒരാളല്ലോ പ്രിയ സജിയേ സജനാനിൻ. ഇതാണ് ഞങ്ങളുടെ മൂത്ത കാരണവർ. ആൻഡ് അതാണ് രണ്ടാമത്തെ കാരണവർ. ഇതാണ് മൂന്നാമത്തെ കാരണവർ. ആക്ച്വലി ഇതൊരു മണ്ണുണ്ണിയാണ്. तेरी जन्नत का रास्ता है हवाला तेरी സാരപ്പര വക അതെന്നെ ലങ്കി മാറിയെന്നോരെ കാണാൻ സാനുപ്പാ സാനുപ്പാ ഏയ് സുന്ദരിയാണ്. നമ്മൾ ഇന്നത്തെ വീട് എത്ര ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീട് എത്ര ഉള്ളൂ ലൈഫ് അവസാനിച്ചോ?